ഈ പൂങ്കുന്നത്ത് ഒരു വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. അവരുടെ ഫ്ലാറ്റിലെ അഡ്രസ് ഉപയോഗിച്ചിട്ട് 9 വോട്ടുകൾ അവരുടെ അഡ്രസ്സിൽ ഈ 30-ാം ബൂത്തിലെ വിഷയം നേരത്തെ ഇലക്ഷന് മുമ്പ് തന്നെ UDF ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താണ്. ഇവിടെ കുറേ വോട്ടുകൾ അനധികൃതമായി ചേർത്തിട്ടുണ്ടെന്നും അതിൽ പലരും ചാലക്കുടി നിയോജകമണ്ഡലത്തിലെയും അതുപോലെ വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെയും വോട്ടർമാരാണെന്നും കാണിച്ചുകൊണ്ട് വ്യക്തമായിട്ട് അന്ന് കംപ്ലൈൻറ്റ് കൊടുത്താണ്. പക്ഷേ അതിനോട് നെഗറ്റീവായിട്ടുള്ള സമീപനമാണ് അന്ന് റിട്ടേണിംഗ് ഓഫീസറായിരുന്ന കലക്ടർ അന്ന് കാണിച്ചത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ നിങ്ങൾക്കറിയാം 3-4 സ്ഥലങ്ങളിൽ സംശയമുള്ള വോട്ടർമാരെ തടഞ്ഞു വെച്ചിരുന്നു. അതെല്ലാം കലക്ടർ പോയിട്ട് അത് ക്ലിയർ ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ചാണ്. ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന ആദ്യം പരാതി പറഞ്ഞ UDF ആണ്. ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ നടത്തിയ സർവേകളിൽ ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF ജയിക്കുന്നതാണ് പറഞ്ഞത്. ഒരിടത്തും BJP സ്ഥാനാർത്ഥിയുടെ വിജയം പ്രവചിച്ചിരുന്നില്ല. മാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു സിനിമാ നിർമ്മാതാവ്, ഞാൻ പേര് പറയുന്നത് ശരിയല്ലാത്തത് പറയുന്നില്ല, അദ്ദേഹം പറഞ്ഞത് അമിത്ഷാൻ്റെ ഓഫീസിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കിട്ടിയ നിർദ്ദേശം കൗണ്ടിങ്ങിൻ്റെ അന്ന് തൃശ്ശൂരിൽ പോകണ്ട, ജയിച്ച് MP ആയതിനു ശേഷം തൊട്ടടുത്ത ദിവസം തൃശ്ശൂരിൽ ചെന്നാൽ മതി എന്നാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണല്ലോ. കൗണ്ടിങ് ദിവസം സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടായിരുന്നില്ല. UDF സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയും തൃശ്ശൂരുണ്ടായിരുന്നു. പക്ഷേ വിജയിച്ച സ്ഥാനാർത്ഥി അന്ന് ഇവിടെ ഇല്ല. അപ്പോൾ അത് ജൂൺ 3-ാം തീയതി രാത്രിയാണ് എന്നോട് ആ വ്യക്തി പറയുന്നത്. അത് തന്നെയാണ് 4-ാം തീയതി സംഭവിച്ചത്. അപ്പോൾ എന്തൊക്കെയോ ഒരുപാട് അട്ടിമറികൾ നടന്നിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ 2024 ജനുവരി 3-ാം തീയതിയുള്ള സന്ദർശനം മുതൽ ഗൂഢാലോചന പൂർണ്ണതയിലെത്തി. അന്ന് ആരംഭിച്ച ഗൂഢാലോചനയാണ് ഇലക്ഷൻ റിസൾട്ടിൽ പ്രതിഫലിച്ചത്. മാത്രമല്ല ഇത്രയേറെ വിവാദങ്ങളുണ്ടായിട്ടും ഈ MP അവിടെ കാണാനില്ല. അദ്ദേഹത്തിനെ ഡൽഹിയിലും കണ്ടവരില്ല. ഇപ്പോൾ പാർലമെൻറ്റ് നടക്കുകയാണ്, അവിടെയും കണ്ടവരില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ ഷൂട്ടിങ്ങിലാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നലെ MT രമേശ് പറഞ്ഞ തൃശ്ശൂരെ ജനങ്ങളെ അവമാനിക്കുന്നതാണ്. അവമാനിച്ച ഞങ്ങളല്ല, ജയിച്ച MP അവമാനിക്കുന്നു. ഇതുകൊണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തു വരുന്നതാണ് പ്രതീക്ഷ. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉപദേശം അനുസരിച്ച് കാര്യങ്ങൾ നീക്കും.